പല സസ്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിദേശത്ത് നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ സ്വദേശിയാവുന്ന പാരമ്പര്യമുണ്ട്. തേങ്ങ അടക്കം 2000 വർഷമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ തേങ്ങ നമ്മുടെ കേരളക്കരയിൽ എത്തിയിട്ട്. ഒഴുകി വന്നതാണോ ഏതെങ്കിലും വണിക്കുകൾ വാണിജ്യത്തിന് കൊണ്ട് നമുക്ക് അറിയില്ല. കടൽ വഴി ഒഴുകി വന്ന പ്രബലമായിട്ടുള്ളൊരു തിയറി ഉണ്ട്. 2000 വർഷത്തിനുള്ളിൽ കേരളം സന്ദർശിച്ച ധാരാളം വിദേശ സഞ്ചാരികളുണ്ട്. ഇവരുടെ എല്ലാം ഈ അവരുടെ എഴുത്തുകൾ, യാത്രാവിവരണ കുറിപ്പുകൾ വായിക്കുമ്പോൾ ഈ തേങ്ങ ക്രമാനുഗതമായി പതിയെ 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 കേരളത്തിൻ്റെ തീരപ്രദേശം കീഴടക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രം കാണാൻ കഴിയും. ഏതാണ്ട് AD 15 ആകുമ്പോൾ ഡച്ച് ഭരണത്തിൻ്റെയൊക്കെ സമയത്താണ് ഇതൊരു ഒരു 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 വ്യാവസായിക കൊമേഴ്സ്യൽ ഒരു വാണിജ്യ കൃഷിയുടെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടുപോകും. അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പ്രകൃതിയെ വല്ലാതെ മാറ്റിമറിച്ച ഒരു വിള ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തേങ്ങ പറയും. രണ്ടാമത്തെ വിള നെല്ലാണ്. കരനെല്ലൊക്കെ കേരളത്തിൽ ഉണ്ടായി കാണും. പക്ഷെ നീർനില കൃഷി, വെറ്റ്ലാൻഡ് പാഡി എന്ന് വിളിക്കുന്നത് ഇതുപോലെ വന്നതാണ്. അത് നമ്മുടേതല്ല എന്നുള്ളതാണ്. അത് എല്ലാം തന്നെ അതാണ് ലോകം എന്ന് വിളിക്കുന്നത് കൊടുക്കൽ വാങ്ങുകളുടേതാണ്. പറങ്കി മാങ്ങ, പൈനാപ്പിൾ. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കേരളത്തിൽ 2000 വർഷത്തിന് ഉള്ളിൽ വന്നതൊന്നും ഞാൻ കഴിക്കില്ല എന്നൊരു വാശി പിടിച്ചാൽ അതിനകത്ത് മിക്കവാറും മറ്റേ മാങ്ങ അച്ചാർ ബാക്കിയുണ്ടാവും, വാഴയിലയും ബാക്കിയുണ്ടാവും.